ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എന്താണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് നോക്കിയാലോ. നമ്മളെല്ലാവരും നോർമലി കേൾക്കുന്നതാണല്ലേ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പണ്ട് 30 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഷുഗറായോ പ്രഷറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഡിസീസാണല്ലേ. നമുക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഓരോരോ അസുഖങ്ങൾ നമ്മുടെ ബോഡി ചേഞ്ച് ആകാൻ തുടങ്ങും. അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അതിലൊരു ഡിസീസാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഷുഗർ വന്നു എന്നൊക്കെ പറയുമല്ലോ എല്ലാവരും. ഷുഗറായോ, ഈ ഷുഗർ പിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെല്ലാവരും ഷുഗറായോ എന്ന് ചോദിക്കും. അത് തന്നെയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് നോക്കാം. Diabetes mellitus is a metabolic disorder due to the lack or deficiency of insulin secreted by beta cells of pancreas, characterized by hyperglycemia. ഡയബറ്റീസ് മെലിറ്റസ് ഒരു മെറ്റബോളിക് ആയിട്ടുള്ള ഡിസോർഡറാണ് അല്ലേ. അത് രണ്ട് തരത്തിലൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അത് മെറ്റബോളിക് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ്. അത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഡ്യൂ ടു ലാക്ക് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിനാണ് നമ്മുടെ ഷുഗർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ഈസ് എ മെറ്റബോളിക് ഡിസോർഡർ ഡ്യൂ ടു ദ ലാക്ക് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ സെക്രറ്റഡ് ബൈ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസാണ് നമുക്ക് ഇൻസുലിൻ സെക്രറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെക്രറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ഇൻസുലിൻ്റെ സെക്രഷൻസിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് കേൾക്കുമ്പോൾ അത് മെറ്റബോളിക് ഡിസോർഡറാണ്. അത് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും നോക്കാം. ഡയബറ്റീസ് മെലിറ്റസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും നോക്കാം. ഫസ്റ്റ് വൺ അതിറോസ്ക്ലീറോസിസ്, സെക്കൻഡ് വൺ നെഫ്രോപ്പതി, തേർഡ് വൺ റെറ്റിനോപ്പതി, ഫോർത്ത് വൺ ന്യൂറോപ്പതി. ഈ പതികൾ നമ്മൾ ഓർക്കണം. ഇത് കോംപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഈ ഡയബറ്റീസ് മെലിറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഫസ്റ്റ് വൺ അതിറോസ്ക്ലീറോസിസ്, സെക്കൻഡ് വൺ നെഫ്രോപ്പതി, തേർഡ് വൺ റെറ്റിനോപ്പതി, ഫോർത്ത് വൺ ന്യൂറോപ്പതി. ഇനി നമുക്കതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുമെന്ന് നോക്കാം. ഈ ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പോളിയൂറിയ, സെക്കൻഡ് വൺ ഗ്ലൈക്കോസോയൂറിയ, തേർഡ് വൺ പോളിഡിപ്സിയ, ഫോർത്ത് വൺ പോളിഫാജിയ, ഫിഫ്ത്ത് വൺ വെയ്റ്റ് ലോസ്, സിക്സ്ത് വൺ ഫാറ്റിഗു, സെവൻത് വൺ ബ്ലഡ് വിഷൻ. ഇത്രയാണ് നമുക്ക് സയൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് മെയിൻലി ഡയബറ്റീസ് മെലിറ്റസ് വന്നു കഴിയുമ്പോൾ മെയിൻലി വരുന്ന സയൻസ് ആൻഡ് സിംറ്റംസാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിപ്പോൾ ഷോർട്ടായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ടൈപ്പ് ഡയബറ്റീസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്നറിയാം, പക്ഷേ ഡയബറ്റീസ് രണ്ട് തരത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? മെഡിക്കൽ ഫീൽഡായിട്ട് ഉള്ളവർക്കൊക്കെ അറിയാം, അല്ലാത്ത നോർമൽ ഒരു ആൾക്കാർക്ക് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു രോഗത്തിനെ പറ്റിയൊക്കെ കുറച്ച് അറിവൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. 2 ടൈപ്സ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഫസ്റ്റ് നമുക്ക് ടൈപ്പ് 1 എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടൈപ്പ് 1 നമ്മൾ വലിയ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിയുമ്പോൾ 1 ഇല്ല. അപ്പോൾ എന്താ ആ 1 എടുത്തിട്ട് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്, IDDM. അപ്പോൾ ടൈപ്പ് 1 എന്ന് വെച്ചാൽ IDDM ആണ്, അതായത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഇതിൽ നമ്മൾ നോർമലി ഓൾസോ കോൾഡ് ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. അതായത് ഇത് ചെറിയ പിള്ളേരിലാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് നോക്കാം.
ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഞാൻ പറഞ്ഞു ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസ്, ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡയബറ്റീസ് മെലിറ്റസ് ആണ് ടൈപ്പ് 1. അതിൻ്റെ സെക്കൻഡ് പോയിന്റ് ലോസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽസ് ഓഫ് ഐസൊലൻസ് ഓഫ് ലാംഗർഹാൻസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാസ് ആൻഡ് പാൻക്രിയാസ് ആൾട്ടർനേറ്റ്ലി ഫെയിൽസ് ടു ദ സെക്രീറ്റ് ഇൻസുലിൻ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഐസൊലൻസ് ഓഫ് പാൻക്രിയാസ്, പാൻക്രിയാസാണ് നമ്മുടെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻക്രിയാസിൻ്റെ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാസിന് എന്തെങ്കിലും പ്രശ്നം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റും, ഇൻസുലിൻ്റെ സെക്രീഷൻ കുറയും. ഇൻസുലിൻ്റെ സെക്രീഷൻ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, അപ്പം ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് എന്താണെന്ന് മനസ്സിലായി. ലോസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽസ് ഓഫ് ഐസൊലേറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാസ് ആൻഡ് പാൻക്രിയാസ് ഓട്ടോമാറ്റിക്കലി ഫെയിൽ ദ സെക്രീറ്റ് ഇൻസുലിൻ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഈ ടൈപ്പ് 1 എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സാണ്, നമ്മൾ പറഞ്ഞായിരുന്നു ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് മെയിൻലി എഫക്റ്റ് ഓൺ ചിൽഡ്രൻസിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഡയബറ്റീസ് മെലിറ്റസ്, സെക്കൻഡ് ടൈപ്പായിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് നോക്കാം. ഇത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഇത് ഇൻസുലിനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻസുലിൻ ഡെഫിഷ്യൻ റെസിസ്റ്റൻസ്. ഇതെങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻ്റ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. സെൽ ഓഫ് ദ ബോഡി നോട്ട് റെസ്പോണ്ട് പ്രോപ്പർലി ടു ദ ഇൻസുലിൻ ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് reduce the insulin secretion and causes hyperglycemia. എന്ന് വെച്ചാൽ നമുക്ക് സെൽ ഓഫ് ദ ബോഡി നോട്ട് റെസ്പോണ്ട് പ്രോപ്പർലി ടു ദ ഇൻസുലിനുമായിട്ട് നമ്മുടെ സെല്ലിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇൻസുലിനുമായിട്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയബറ്റീസാണ് അതുവരെയായിട്ട് പ്രോപ്പർലി ഇൻസുലിനായിട്ട് നോട്ട് റെസ്പോണ്ട് പ്രോപ്പർലി ഇൻസുലിനായിട്ട് റെസ്പോണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, റെഡ്യൂസ് ചെയ്യുന്നു, ഇൻസുലിൻ സെക്രീഷൻ റെഡ്യൂസ് ചെയ്യുകയും അതുവഴി നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുകയും ചെയ്യുന്നു. സെൽ ഓഫ് ദി ബോഡി ഡസ് നോട്ട് റെസ്പോണ്ട് പ്രോപ്പർലി ടു ദ ഇൻസുലിൻ ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് കോസസ് റെഡ്യൂസ് ഇൻസുലിൻ സെക്രീഷൻ ആൻഡ് കോസസ് ഹൈപ്പർ ഗ്ലൈസീമിയ. ക്ലാസിഫിക്കേഷൻ ഡയബറ്റീസ് മെലിറ്റസ് 2 വിധത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇൻസുലിൻ, സെക്കൻഡ് വൺ ഓറൽ ഹൈപ്പർഗ്ലൈസെമിക് ഏജൻറ്റ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.